ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ആരാണ്? ഉത്തരം മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയുടെ പൂർണ്ണനാമം? ഉത്തരം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ഗാന്ധിജിയുടെ ജന്മദിനം? ഉത്തരം 1869 ഒക്ടോബർ 2. ഗാന്ധിജിയെ കുട്ടിക്കാലത്ത് വിളിച്ചിരുന്ന ഓമന പേര് എന്തായിരുന്നു? ഉത്തരം മോനിയ അല്ലെങ്കിൽ മനു. ഗാന്ധിജിയുടെ ജന്മസ്ഥലം എവിടെയാണ്? ഉത്തരം ഗുജറാത്തിലെ പോർബന്ദർ. പോർബന്ദർ അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേര്? ഉത്തരം സുദാമാപുരി. ഗാന്ധിജിയുടെ ജന്മദേശമായ പോർബന്ദർ ഏത് നാട്ടുരാജ്യത്തിൽ ഉൾപ്പെട്ടതാണ്? ഉത്തരം കത്തിയാവാർ. ഗാന്ധിജി ഏത് സമുദായക്കാരനായിരുന്നു? ഉത്തരം ബനിയ. ഗാന്ധിജി ജനിച്ച വീട് അറിയപ്പെടുന്ന പേര്? ഉത്തരം കീർത്തി മന്ദിർ. ഹിന്ദുവിലെ ഏത് കുലത്തിലാണ് ഗാന്ധിജി ജനിച്ചത്? ഉത്തരം വൈഷ്ണവ കുലത്തിൽ. ഗാന്ധിജിയുടെ കുലത്തൊഴിൽ എന്തായിരുന്നു? ഉത്തരം പലചരക്ക് കച്ചവടം. ഗാന്ധിജിയുടെ പിതാവിന്റെ പേര്? ഉത്തരം കരംചന്ദ് ഗാന്ധി. ഗാന്ധിജിയുടെ മാതാവിന്റെ പേര്? ഉത്തരം പുത്ലി ഭായ്. ഗാന്ധിജിയുടെ മുത്തച്ഛന്റെ പേര്? ഉത്തരം ഉത്തം ചന്ദ് ഗാന്ധി. ഗാന്ധിജിയുടെ പിതാവിന്റെ തൊഴിൽ എന്തായിരുന്നു? ഉത്തരം പോർബന്ദറിലെ ദിവാൻ. ഗാന്ധിജിയുടെ പിതാവ് കരംചന്ദ് ഗാന്ധിയുടെ മറ്റൊരു പേര്? ഉത്തരം കാബ ഗാന്ധി. ഗാന്ധിജിയുടെ അമ്മയുടെ പ്രത്യേകത എന്തായിരുന്നു? ഉത്തരം തികഞ്ഞ ഭക്ത. നോമ്പ് കാലത്ത് സൂര്യനെ കാണാതെ ഭക്ഷണം കഴിക്കുക പോലും ഇല്ലായിരുന്നു. കരംചന്ദ് ഗാന്ധിയുടെ എത്രാമത്തെ മകനായിരുന്നു ഗാന്ധിജി? ഉത്തരം 5-മൻ. ഗാന്ധിജിയുടെ മൂത്ത സഹോദരൻ? ഉത്തരം ലക്ഷ്മിദാസ്. ഗാന്ധിജിയുടെ ഏക സഹോദരി ആരായിരുന്നു? ഉത്തരം റാലിയത്ത് ബൻ. ഗാന്ധിജിയുടെ കുടുംബം പോർബന്ദർ നിന്ന് പോയതിനു ശേഷം എവിടെയാണ് താമസമാക്കിയത്? ഉത്തരം രാജ്കോട്ടിൽ. ഗാന്ധിജിയുടെ കുടുംബം പോർബന്ദർ വിട്ട് രാജ്കോട്ടിലേക്ക് താമസം മാറിയത് എന്തിനായിരുന്നു? ഉത്തരം ഗാന്ധിജിയുടെ പിതാവിനെ രാജസ്ഥാനിക കോടതിയിൽ അംഗമാകാൻ വേണ്ടി. ഗാന്ധിജിക്ക് എത്ര വയസ്സുള്ളപ്പോഴാണ് പിതാവിന്റെ കൂടെ രാജ്കോട്ടിലേക്ക് താമസം മാറിയത്? ഉത്തരം 7. ഗാന്ധി കുടുംബത്തിലെ അംഗങ്ങൾ തലമുറകളായി കത്തിയവാറിലെ നാട്ടുരാജ്യങ്ങളിൽ ഒരു പ്രധാന പദവി വഹിച്ചിരുന്നു. ആ പദവി ഏതാണ്? ഉത്തരം പ്രധാനമന്ത്രി അല്ലെങ്കിൽ ദിവാൻ. എവിടെയൊക്കെയാണ് കരംചന്ദ് ഗാന്ധി ദിവാനായി സേവനം ചെയ്തത്? ഉത്തരം രാജ്കോട്ട്, പോർബന്ദർ, വാങ്കാനഗർ. ആരുടെ മുന്നിലായിരുന്നു ഗാന്ധിജി ഒരിക്കലും കള്ളം പറയില്ല എന്ന് പ്രതിജ്ഞ ചെയ്തത്? ഉത്തരം അച്ഛന്റെ മുന്നിൽ. ഗാന്ധിജി ഭാവിയിൽ ആരാകണമെന്നാണ് അച്ഛൻ ആഗ്രഹിച്ചത്? ഉത്തരം വക്കീൽ. പുക വലിക്കാൻ വേണ്ടി കളവ് ചെയ്ത കാര്യം തുറന്ന് സമ്മതിക്കുകയും അപരാധത്തിന് ശിക്ഷ യാചിക്കുകയും ചെയ്ത് ഗാന്ധിജി ഒരു കത്ത് എഴുതിയിരുന്നു. ആർക്കാണ് ഈ കത്ത് എഴുതിയത്? ഉത്തരം പിതാവിനെ. സുഹൃത്തിന്റെ പ്രേരണയാൽ മാംസം ഭക്ഷിച്ച ദിവസം രാത്രിയിൽ ഗാന്ധിജിയുടെ മാനസികാവസ്ഥ എന്തായിരുന്നു? ഉത്തരം ഉറക്കം നഷ്ടപ്പെടുകയും ഉള്ളിൽ നിന്ന് ഒരു ആട് നിലവിളിക്കുന്നത് പോലെ തോന്നുകയും ചെയ്തു. ഗാന്ധിജിയുടെ പിതാവ് അന്തരിച്ച വർഷം? ഉത്തരം 1885. ഗാന്ധിജിയുടെ പിതാവ് മരിച്ചപ്പോൾ ഗാന്ധിജിയുടെ വയസ്സ് എന്തായിരുന്നു? ഉത്തരം 16 വയസ്സ്. ഗാന്ധിജിയുടെ അമ്മാവിന്റെ പുത്രനായ മകൻലാൽ ഗാന്ധി ഏത് വർഷം മുതൽക്കാണ് ഗാന്ധിജിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തത്? ഉത്തരം 1904. ഏത് വർഷമാണ് ഗാന്ധിജി ഭൗതിക സ്വത്തുക്കളോടുള്ള വിയോജിപ്പിനെ കുറിച്ച് തന്റെ മൂത്ത സഹോദരനായ ലക്ഷ്മിദാസിന് കത്തെഴുതിയത്? ഉത്തരം 1906.
ഗാന്ധിജിയുടെ ബാല്യകാലം എവിടെയായിരുന്നു? ഉത്തരം പോർബന്ദറിൽ. കുട്ടിക്കാലത്ത് ഗാന്ധിജിയുടെ സ്വഭാവം എങ്ങനെയുള്ളതായിരുന്നു? ഉത്തരം വലിയ നാണം കുണുങ്ങിയായിരുന്നു. കുട്ടിക്കാലത്ത് ഗാന്ധിജിയെ പേടിപ്പെടുത്തിയിരുന്നത് ഏതെല്ലാമായിരുന്നു? ഉത്തരം പിശാച്, പാമ്പ്, കള്ളൻ എന്നിവ. കുട്ടിക്കാലത്ത് ഗാന്ധിജിക്ക് രാമനാമത്തിന്റെ രഹസ്യം പറഞ്ഞു കൊടുത്തത് ആരായിരുന്നു? ഉത്തരം രംഭ എന്ന പരിചാരിക. കുട്ടിക്കാലത്ത് ഗാന്ധിജിയെ സ്വാധീനിച്ച നാടകം? ഉത്തരം ഹരിചന്ദ്രൻ ശ്രവണ പിതൃഭക്തി. അച്ഛൻ ആദ്യമായി ഗാന്ധിജിക്ക് സമ്മാനിച്ച പുസ്തകം ഏതായിരുന്നു? ഉത്തരം ശ്രവണ പിതൃഭക്തി നാടകം. കുട്ടിക്കാലത്ത് ഗാന്ധിജി ഒരു മോഷണം നടത്തിയിരുന്നു. അദ്ദേഹം മോഷ്ടിച്ചത് എന്തായിരുന്നു? ഉത്തരം സ്വന്തം സഹോദരന്റെ സ്വർണവളയുടെ ഒരു ഭാഗം. കുട്ടിക്കാലത്ത് ഗാന്ധിജിയും സുഹൃത്തും ചേർന്ന് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഉപയോഗിച്ച വിഷം ഏതായിരുന്നു? ഉത്തരം ഉമ്മത്തിൻ കായ്. മാംസം ഭക്ഷിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സുഹൃത്ത് ആരായിരുന്നു? ഉത്തരം ഷേഖ് മേത്താബ്. ഗാന്ധിജിക്ക് പഠിക്കാനായി അച്ഛൻ വാങ്ങി നൽകിയത് ഏത് സംഗീത ഉപകരണമായിരുന്നു? ഉത്തരം കോൺസർട്ടിനയിൽ. ഗാന്ധിജിയുടെ പ്രൈമറി സ്കൂൾ വിദ്യാഭ്യാസം എവിടെയായിരുന്നു? ഉത്തരം രാജ്കോട്ടിൽ. 3-ാം ക്ലാസ്സിൽ ഗാന്ധിജി എത്ര നാളാണ് പഠിച്ചത്? ഉത്തരം 6 മാസം. ഗാന്ധിജി 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവിടുത്തെ മാതൃകാ അധ്യാപകൻ ആരായിരുന്നു? ഉത്തരം ദൊറാബ്ജി എതൽജി ഗിമി. സ്കൂൾ പഠനകാലത്ത് പരിശോധനയ്ക്ക് എത്തിയ ഇൻസ്പെക്ടർ കേട്ടെഴുത്ത് നൽകുകയും അതിൽ ഒരു വാക്ക് ഗാന്ധിജി തെറ്റിക്കുകയും ചെയ്തിരുന്നു. ഏതായിരുന്നു ആ വാക്ക്? ഉത്തരം കെറ്റിൽ. ഗാന്ധിജി രാജ്കോട്ടിൽ പഠിക്കുമ്പോൾ പരിശോധനയ്ക്ക് വന്ന ഇൻസ്പെക്ടറുടെ പേര് എന്തായിരുന്നു? ഉത്തരം മിസ്റ്റർ ഗെയിൽസ്. സ്കൂൾ പഠനകാലത്ത് ഗാന്ധിജിക്ക് ഏറ്റവും പ്രയാസമേറിയ വിഷയം ഏതായിരുന്നു? ഉത്തരം ഗണിതം. ഗാന്ധിജിയുടെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം എവിടെയായിരുന്നു? ഉത്തരം രാജ്കോട്ടിലെ കത്തിയവാർ ഹൈസ്കൂൾ. രാജ്കോട്ടിലെ കത്തിയവാർ ഹൈസ്കൂൾ പിന്നീട് അറിയപ്പെട്ട പേര്? ഉത്തരം ആൽഫ്രഡ് ഹൈസ്കൂൾ. ആൽഫ്രഡ് ഹൈസ്കൂൾ ഇപ്പോൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഉത്തരം മോഹൻദാസ് ഹൈസ്കൂൾ. വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഗാന്ധിജിക്ക് ഇഷ്ടപ്പെട്ട വ്യായാമം എന്തായിരുന്നു? ഉത്തരം ദീർഘമായ നടത്തം. ഗാന്ധിജിക്ക് ലഭിച്ച സ്കോളർഷിപ്പുകൾ ഏതെല്ലാമാണ്? ഉത്തരം 5-ാം ക്ലാസ്സിലും 6-ാം ക്ലാസ്സിലും യഥാക്രമം 4-ഉം 10-ഉം രൂപ വീതം. ഏത് വർഷമാണ് ഗാന്ധിജി മെട്രിക്കുലേഷൻ പരീക്ഷ പാസ്സായത്? ഉത്തരം 1887. ഗാന്ധിജിയുടെ പഠനകാലത്ത് ഉയർന്ന ക്ലാസ്സിലെ കുട്ടികൾക്കായി കായിക അഭ്യാസവും ക്രിക്കറ്റും നിർബന്ധമാക്കിയ പ്രധാന അധ്യാപകൻ ആരായിരുന്നു? ഉത്തരം ദൊറാബ്ജി ഏതൽജി ഗിമി. ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ഉപരിപഠനത്തിനായി ഗാന്ധിജി ഏത് കോളേജിലാണ് ചേർന്നത്? ഉത്തരം ഭവനഗറിലെ സമൽദാസ് കോളേജ്. ഏത് ഭാഷ പഠിക്കാൻ കഴിയാത്തതിനാലാണ് പഠനകാലത്ത് ഗാന്ധിജിയെ ദുഃഖിപ്പിച്ചത്? ഉത്തരം സംസ്കൃതം. ഗാന്ധിജിയെ സംസ്കൃതം പഠിപ്പിച്ച അധ്യാപകൻ ആരായിരുന്നു? ഉത്തരം കൃഷ്ണശങ്കർ പാണ്ഡ്യ. ഗാന്ധിജി ഇംഗ്ലണ്ടിലേക്ക് പഠനത്തിനായി യാത്ര തിരിച്ചത് എന്നാണ്? ഉത്തരം 1888 സെപ്റ്റംബർ 4. വിദേശത്ത് പോകാൻ ഗാന്ധിജിക്ക് വംശീയമായി ഉണ്ടായിരുന്ന പ്രധാന തടസ്സം എന്തായിരുന്നു? ഉത്തരം ബനിയ വംശക്കാർ കടൽ കടന്നു പോകാൻ പാടില്ല. ഗാന്ധിജിയെ വിദേശത്തയച്ച് നിയമം പഠിപ്പിക്കുവാൻ നിർബന്ധിച്ച വ്യക്തി ആരായിരുന്നു? ഉത്തരം മാവ്ജി ദവേ. ഇംഗ്ലണ്ടിലേക്കുള്ള പഠനയാത്രയ്ക്ക് മുൻപ് ഗാന്ധിജിക്ക് അമ്മ നൽകിയ പ്രധാന ഉപദേശങ്ങൾ എന്തെല്ലാമായിരുന്നു? ഉത്തരം മദ്യം, മാംസം, സ്ത്രീ എന്നിവ തൊടുക പോലും ചെയ്യരുത്. വിദേശയാത്ര പോകുന്നതിന് മുൻപ് അമ്മയുടെ മുൻപിൽ ഗാന്ധിജിയെ കൊണ്ട് പ്രതിജ്ഞ ചെയ്യിപ്പിച്ചത് ആരായിരുന്നു? ഉത്തരം ബേജർജി സ്വാമി. ഇംഗ്ലണ്ടിലേക്ക് പോകുമ്പോൾ ചെലവിനുള്ള പണം ഗാന്ധിജി എങ്ങനെയാണ് കണ്ടെത്തിയത്? ഉത്തരം ഒരു സുഹൃത്തിൽ നിന്നും കടം വാങ്ങിയിട്ട്.
ഇംഗ്ലണ്ടിലേക്ക് പോകുമ്പോൾ ആർക്കൊക്കെയുള്ള കത്തുകളായിരുന്നു ഗാന്ധിജി കൊണ്ടുപോയിരുന്നത്? ഉത്തരം ദലപത്രം ശുക്ല, PJ മേത്ത, ദാദാഭായ് നവറോജി. ഇംഗ്ലണ്ടിലേക്ക് പോകുന്ന കാരണം പറഞ്ഞ് മഹാത്മാഗാന്ധിയെ സമുദായ ഭ്രഷ്ടനായി കൽപ്പിച്ചത് ആരായിരുന്നു? ഉത്തരം മോഡ്ബനിയ സമുദായത്തിന്റെ തലവനായ സേട്ട്. ഏത് യാത്രാമാർഗം ഉപയോഗിച്ചായിരുന്നു ഗാന്ധിജി ആദ്യമായി ഇംഗ്ലണ്ടിലേക്ക് പോയത്? ഉത്തരം കടൽ മാർഗം. ഗാന്ധിജി ഇംഗ്ലണ്ടിലേക്ക് പഠനത്തിനായി യാത്ര തിരിച്ചത് എവിടെ നിന്നാണ്? ഉത്തരം ബോംബെ തുറമുഖത്തു നിന്നും. ലണ്ടനിലേക്കുള്ള യാത്രയിൽ വെച്ച് അനുഭവ സമ്പത്തുള്ള ത്രയംബക റാവ് മജുംദാർ എന്ന മനുഷ്യൻ ഗാന്ധിജിക്ക് വലിയ ആശ്വാസമായിരുന്നു. ആരായിരുന്നു അദ്ദേഹം? അദ്ദേഹത്തിന്റെ ജോലി എന്തായിരുന്നു? ഉത്തരം വക്കീൽ. മഹാത്മാഗാന്ധി ഇംഗ്ലണ്ടിൽ കപ്പലിറങ്ങിയത് എവിടെയാണ്? ഉത്തരം സതാംപ്ടണിൽ. ഗാന്ധിജി ലണ്ടനിൽ എത്തിയ വർഷം? ഉത്തരം 1888 ഒക്ടോബർ 28. ഗാന്ധിജി ലണ്ടനിൽ എത്തിയപ്പോൾ എവിടെയാണ് താമസിച്ചത്? ഉത്തരം വിക്ടോറിയ ഹോട്ടൽ. ഗാന്ധിജി ലണ്ടനിൽ എത്തിയ ദിവസം അദ്ദേഹത്തെ കാണാൻ വരികയും ഇംഗ്ലീഷ് പെരുമാറ്റ രീതികളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും ചെയ്ത വ്യക്തി ആരായിരുന്നു? ഉത്തരം PJ മേത്ത. മഹാത്മാഗാന്ധിയുടെ ഇംഗ്ലണ്ടിലെ നിയമപഠനം എവിടെയായിരുന്നു? ഉത്തരം ഇന്നർ ടെമ്പിൾ. ഏതു വർഷമാണ് ഗാന്ധിജി ഇന്നർ ടെമ്പിളിൽ ചേർന്നത്? ഉത്തരം 1888 നവംബർ 6. മഹാത്മാഗാന്ധി ലണ്ടനിൽ പഠിക്കുമ്പോൾ ഏത് ഇന്ത്യൻ നേതാവിന്റെ പ്രഭാഷണങ്ങളാണ് കേട്ടത്? ഉത്തരം ദാദാഭായ് നവറോജി. ലണ്ടനിൽ വെച്ച് ഗാന്ധിജിയെ ഇംഗ്ലീഷ് പഠിപ്പിച്ച എഴുത്തുകാരൻ ആരാണ്? ഉത്തരം നാരായൺ ഹേമചന്ദ്ര. ഗാന്ധിജി പഠനം ആരംഭിക്കുന്നതിന് മുൻപ് ലണ്ടനിൽ ഓരോ ദിവസവും എന്തു വായിക്കാനാണ് സമയം നീക്കി വെച്ചത്? ഉത്തരം ഡെയിലി ന്യൂസ്, ഡെയിലി ടെലഗ്രാഫ്, പാൽമാൾ ഗസറ്റ്. ലണ്ടനിൽ വിദ്യാർത്ഥിയായിരിക്കെ ഗാന്ധിജി പഠിച്ച പുതിയ ഭാഷകൾ ഏതെല്ലാമാണ്? ഉത്തരം ഫ്രഞ്ച്, ലാറ്റിൻ. ഗാന്ധിജി പത്രവായന ആരംഭിച്ചത് എവിടെ വെച്ചായിരുന്നു? ഉത്തരം ഇംഗ്ലണ്ടിൽ വെച്ച്. ഗാന്ധിജി ലണ്ടൻ മെട്രിക്കുലേഷൻ പരീക്ഷ പാസ്സായത് എന്നാണ്? ഉത്തരം 1890 ജൂൺ മാസത്തിൽ. ലണ്ടൻ മെട്രിക്കുലേഷൻ പരീക്ഷയ്ക്ക് ലാറ്റിനും ഒരു ആധുനിക യൂറോപ്യൻ ഭാഷയും നിർബന്ധമായിരുന്നു. ഗാന്ധിജി തിരഞ്ഞെടുത്തത് ഏതു ഭാഷയായിരുന്നു? ഉത്തരം ഫ്രഞ്ച്. ഗാന്ധിജി ഇംഗ്ലണ്ടിൽ നിന്നും പാസ്സായ പരീക്ഷകൾ ഏതെല്ലാമാണ്? ഉത്തരം ലണ്ടൻ മെട്രിക്കുലേഷൻ പരീക്ഷ, ബാരിസ്റ്റർ പരീക്ഷ എന്നിവ. ഗാന്ധിജി ബാർ പരീക്ഷ എഴുതിയത് എന്നായിരുന്നു? ഉത്തരം 1890 ഡിസംബർ 15 മുതൽ 20 വരെ. ഗാന്ധിജി ബാർ പരീക്ഷ പാസ്സായത് എന്നായിരുന്നു? ഉത്തരം 1891. മഹാത്മാഗാന്ധിജി ആദ്യമായി ബൈബിൾ വായിച്ചത് എവിടെ നിന്നായിരുന്നു? ഉത്തരം ഇംഗ്ലണ്ട്. നിയമ വിദ്യാർത്ഥിയായിരിക്കെ ഗാന്ധിജി അംഗമായി ചേർന്ന സംഘടന ഏതാണ്? ഉത്തരം വെജിറ്റേറിയൻ ക്ലബ്ബ് അല്ലെങ്കിൽ വെജിറ്റേറിയൻ സൊസൈറ്റി. വെജിറ്റേറിയൻ ക്ലബിന്റെ സ്ഥാപക സെക്രട്ടറി ആരായിരുന്നു? ഉത്തരം ഗാന്ധിജി. വെജിറ്റേറിയൻ ക്ലബിന്റെ സ്ഥാപക അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം ഡോക്ടർ ഓൾഡ് ഫീൽഡ്. എവിടെയായിരുന്നു ഗാന്ധിജി സസ്യപൂക്കുകളുടെ ക്ലബ്ബ് തുടങ്ങിയത്? ഉത്തരം ബേസ് വാട്ടർ. ഗാന്ധിജി ഇംഗ്ലണ്ടിലെ ബേസ് വാട്ടറിൽ സസ്യപൂക്കുകൾക്കായി തുടങ്ങിയ ക്ലബിന്റെ ഉപാധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം സർ എഡ്വിൻ ആർണോൾഡ്. ലണ്ടനിൽ വെച്ച് ഗാന്ധിജി ആദ്യമായി വായിച്ച സസ്യഭക്ഷണത്തെക്കുറിച്ചുള്ള പുസ്തകം ഏതാണ്? ഉത്തരം സസ്യഭക്ഷണവാദം. ഗാന്ധിജി ആദ്യമായി രൂപം കൊടുത്ത സംഘടന ഏതായിരുന്നു? ഉത്തരം വെജിറ്റേറിയൻ ക്ലബ്ബ്. പൊതുപ്രവർത്തന രംഗത്ത് ഗാന്ധിജി ആദ്യമായി പ്രവർത്തിച്ച സംഘടന ഏതാണ്? ഉത്തരം വെജിറ്റേറിയൻ ക്ലബ്ബ്. ഗാന്ധിജി സസ്യാഹാരത്തെക്കുറിച്ച് എഴുതിയ ലേഖനങ്ങൾ ഏത് ആനുകാലിക മാസികയിലാണ് പ്രസിദ്ധീകരിച്ചത്? ഉത്തരം വെജിറ്റേറിയൻ.
ഗാന്ധിജി ആദ്യമായി വെജിറ്റേറിയൻ സൊസൈറ്റിയുടെ യോഗത്തിൽ പ്രസംഗിച്ചത് എന്നായിരുന്നു? ഉത്തരം 1891 മാർച്ച് 26. ഗാന്ധിജി ബാരിസ്റ്ററായി അംഗീകൃതനായത് എന്നായിരുന്നു? ഉത്തരം 1891 ജൂൺ 10. ലണ്ടനിൽ ബാരിസ്റ്റർ ആകുമ്പോൾ ഗാന്ധിജിയുടെ വയസ്സ് എത്രയായിരുന്നു? ഉത്തരം 19. എന്നായിരുന്നു ഗാന്ധിജി കോടതിയിൽ സന്നദ്ധ എടുത്തത്? ഉത്തരം 1891 ജൂൺ 11. ഗാന്ധിജിയുടെ മാതാവ് മരിക്കുമ്പോൾ അദ്ദേഹം എവിടെയായിരുന്നു? ഉത്തരം ഇംഗ്ലണ്ട്. ഗാന്ധിജിയുടെ മാതാവ് മരിച്ച വർഷം? ഉത്തരം 1891. ഗാന്ധിജി ലണ്ടൻ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ അംഗമായത് എന്നായിരുന്നു? ഉത്തരം 1891 മാർച്ച് 26. ഉപരിപഠനത്തിനു ശേഷം ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയത് എന്നായിരുന്നു? ഉത്തരം 1891 ജൂലൈ 6. എത്ര വർഷമാണ് ഗാന്ധിജി ഇംഗ്ലണ്ടിൽ കഴിഞ്ഞത്? ഉത്തരം 3. ഗാന്ധിജി അഭിഭാഷക ജോലി തുടങ്ങിയത് എപ്പോഴായിരുന്നു? ഉത്തരം 1892 ബോംബെയിൽ. നിയമ പഠനത്തിന് ശേഷം ഗാന്ധിജി ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്ത സ്ഥലങ്ങൾ എവിടെയൊക്കെയാണ്? ഉത്തരം ബോംബെയിലും രാജ്കോട്ടിലും. ലണ്ടനിൽ നിന്ന് ബാരിസ്റ്ററായി തിരിച്ചു വന്ന ശേഷം ഗാന്ധിജിയെ സ്വാധീനിച്ച തത്വജ്ഞാനി ആരാണ്? ഉത്തരം ജൈന തത്വചിന്തകനായ റായ് ചന്ദ് ഭായി. ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യമായി വാദിച്ച കേസ് ആരുടേതായിരുന്നു? ഉത്തരം മാമി ഫായ് എന്ന സ്ത്രീയുടെ. ആദ്യമായി ഗാന്ധിജി വാങ്ങിയ വക്കീൽ ഫീസ് എത്രയായിരുന്നു? ഉത്തരം 30 രൂപ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നറിയപ്പെടുന്ന രാജ്യം? ഉത്തരം ദക്ഷിണാഫ്രിക്ക. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയ വർഷം? ഉത്തരം 1893 ഏപ്രിൽ. എവിടെ നിന്നാണ് ഗാന്ധിജി ആദ്യമായി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയത്? ഉത്തരം മുംബൈ. എത്രാമത്തെ വയസ്സിലാണ് ഗാന്ധിജി ആദ്യമായി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയത്? ഉത്തരം 24. ആരുടെ കേസുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയത്? ഉത്തരം ദാദാ അഹമ്മദുള്ള ആൻഡ് കമ്പനിയുടെ. ദാദാ അഹമ്മദുള്ള ആൻഡ് കമ്പനിയുടെ കേസ് എന്തിനു വേണ്ടിയായിരുന്നു? ഉത്തരം നഷ്ടപരിഹാര തുക കിട്ടാൻ വേണ്ടി. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലെ ഡർബനിൽ എത്തിയപ്പോൾ സ്വീകരിക്കാൻ വന്നത് ആരായിരുന്നു? ഉത്തരം അബ്ദുള്ള സേട്ട്. നിരക്ഷരനായ അബ്ദുള്ള സേട്ടിൽ ഗാന്ധിജി കണ്ടെത്തിയ ഗുണങ്ങൾ എന്താണ്? ഉത്തരം അറിവും പ്രായോഗിക ബുദ്ധിയും. ദാദാ അബ്ദുള്ള ആൻഡ് കമ്പനിയുടെ കേസിൽ എതിർ കക്ഷി ആരായിരുന്നു? ഉത്തരം തയ്യബ് ഹാജിയാൻ മുഹമ്മദ് സേട്ട്. ദക്ഷിണാഫ്രിക്കയിലെ ഏത് സ്ഥലത്ത് വെച്ചായിരുന്നു ഗാന്ധിജി ദാദാ അഹമ്മദുള്ള സേട്ടിന്റെ കക്ഷിയുമായി കൂടിക്കാഴ്ച നടത്തിയത്? ഉത്തരം ഡർബൻ. ദക്ഷിണാഫ്രിക്കയിൽ ദാദാ അബ്ദുള്ള ആൻഡ് കമ്പനിക്ക് വേണ്ടി ഗാന്ധിജിയുമായി ഉടമ്പടി ഉണ്ടാക്കിയ കേസ് ഏത് കോർട്ടിലാണ് പെൻഡിങ്ങിൽ വെച്ചിരുന്നത്? ഉത്തരം പ്രിട്ടോറിയ. ദാദാ അബ്ദുള്ള ആൻഡ് കമ്പനിക്ക് വേണ്ടി ഗാന്ധിജി എത്ര കാലമാണ് സേവനം ചെയ്തത്? ഉത്തരം 1 വർഷം. ജില്ലാ മജിസ്ട്രേറ്റ് കോടതി മുറിയിൽ വെച്ച് തലപ്പാവെടുത്ത് മാറ്റാൻ ഗാന്ധിജിയോട് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം എങ്ങനെയായിരുന്നു? ഉത്തരം ജഡ്ജിയുടെ ആവശ്യം ഗാന്ധിജി നിരസിക്കുകയും കോടതിയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. ആരായിരുന്നു പ്രിട്ടോറിയയിൽ വെച്ച് ഗാന്ധിജിയോട് ബൈബിൾ വായിക്കാൻ ആവശ്യപ്പെട്ടത്? ഉത്തരം A.W. ബേക്കർ. ഗാന്ധിജിയെ ഇസ്ലാം മതം പഠിക്കാൻ പ്രോത്സാഹിപ്പിച്ച ദക്ഷിണാഫ്രിക്കയിലെ മുസ്ലിം സുഹൃത്ത് ആരായിരുന്നു? ഉത്തരം അബ്ദുള്ള സേട്ട്. നേറ്റാൾ കോടതിയിൽ എൻറോൾ ചെയ്ത ആദ്യ ഇന്ത്യൻ അഭിഭാഷകൻ ആരാണ്? ഉത്തരം ഗാന്ധിജി. വെള്ളക്കാരനായ ബാർബർ എവിടെ വെച്ചായിരുന്നു ഗാന്ധിജിയുടെ മുടി വെട്ടാൻ വിസമ്മതിച്ചത്? ഉത്തരം പ്രിട്ടോറിയയിൽ. വെള്ളക്കാരനായ ബാർബർ ഗാന്ധിജിയുടെ മുടിവെട്ടാൻ വിസമ്മതിപ്പിച്ചപ്പോൾ എങ്ങനെയായിരുന്നു ഗാന്ധിജി പ്രതികരിച്ചത്?
ഉത്തരം ഉടനെ ഒരു കത്രിക വിലയ്ക്ക് വാങ്ങി ഗാന്ധിജി സ്വന്തം മുടി മുറിച്ചു. ദക്ഷിണാഫ്രിക്കയിൽ കൂലികൾ എന്ന് അറിയപ്പെട്ടിരുന്നത് ആരായിരുന്നു? ഉത്തരം ഇന്ത്യക്കാർ. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്തിയപ്പോൾ രാജ്യം എത്ര യൂണിറ്റുകളായാണ് വിഭജിച്ചിരുന്നത്? ഉത്തരം 4. ദി കേപ്പ് കോളനി, നേറ്റാൾ, ട്രാൻസ്വാൾ, ഓറഞ്ച് ഫ്രീ സ്റ്റേറ്റ് എന്നിവയായിരുന്നു ഈ 4 യൂണിറ്റുകൾ.